ഹായ് എവ്രി വൺ, വെൽക്കം ടു സിവിക്യൂ. ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന കോഴ്സിൻ്റെ സെക്കൻഡ് ലെക്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർ സി സി ആൻഡ് പി സി സിൻ്റെ ബിഹേവിയർ ആൻഡ് പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ ആർ സി സിയിൽ സ്റ്റീൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ സി സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആണ്. സോ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും ടേംസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് നമുക്ക് സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെ ഡിസൈനിലേക്ക് ആവശ്യം വരും. സോ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെയാണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പഠിക്കാനുണ്ട് കോൺക്രീറ്റിനെ കുറിച്ചിട്ട്. പക്ഷേ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ആർ സി സി ഡിസൈനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടേംസും പ്രോപ്പർട്ടീസും കാര്യങ്ങളുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആണ്, അതേപോലെ തന്നെ വീക്ക് ഇൻ ടെൻഷൻ ആണ്. സോ ടെൻസൈൽ സ്ട്രെങ്ത് കോൺക്രീറ്റിന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ബാറിനെ കോൺക്രീറ്റിലേക്ക് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ കോൺക്രീറ്റിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ എന്നുള്ളതാണ്. ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് കംപ്രസീവ് ഫോഴ്സ് എന്നുള്ളത് തന്നെയാണ് കോൺക്രീറ്റിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സോ ഇന്ന് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതും കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് തന്നെയാണ്. കാരണം ബാക്കി കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ആയിക്കോട്ടെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിക്കോട്ടെ, എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ്. കംപ്രസീവ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് ബാക്കി എല്ലാത്തിലേക്കും റിലേഷൻ വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് കോൺക്രീറ്റിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യൂബ്സ് കാസ്റ്റ് ചെയ്തിട്ടാണ്. ഇതാണ് ഒരു ട്രഡീഷണൽ മെത്തേഡ്. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ഒരു ക്യൂബ്സ് കാസ്റ്റ് ചെയ്തിട്ട് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ള ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു പെർട്ടിക്കുലർ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് നമ്മൾക്ക് കിട്ടുന്നത്. ഈ കോൺക്രീറ്റിനെ നമ്മൾ 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 mm ക്യൂബ് മൗൾഡുകൾ ഉണ്ടാവും. ഈ മൗൾഡിലോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്യും. ഇന്ത്യയിൽ നമ്മൾ ക്യൂബാണ് കാസ്റ്റ് ചെയ്യുന്നത്. 15 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ 150 mm ക്യൂബാണ് കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ US അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ അവർ സിലിണ്ടേഴ്സാണ് കാസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പം സിലിണ്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 30 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന സിലിണ്ടേഴ്സാണ് കാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിവിടെ ഇപ്പം ലാബിലാണെങ്കിലും നിങ്ങൾ കോൺക്രീറ്റ് ടെക്നോളജീൻ്റെ ലാബിലൊക്കെ ചെയ്യുന്നുണ്ടാവുക ക്യൂബാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. സോ ഈ കോൺക്രീറ്റ് നമ്മൾ കറക്റ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തതിന് ശേഷം പല ലെയേഴ്സായിട്ട് ഈ ഒരു മോൾഡിലേക്ക് ഫില്ല് ചെയ്യും, ടാമ്പ് ചെയ്യും, പ്രോപ്പറായിട്ട് അത് കോമ്പാക്ട് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് ഹെയർ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് സർഫസ് ഒക്കെ ഫിനിഷ് ചെയ്യും. ഇങ്ങനെ കംപ്ലീറ്റ് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോൺക്രീറ്റ് ക്യൂബ് അല്ലെങ്കിൽ ഈ ഒരു മോൾഡിനെ നമ്മൾ 24 hours സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഈ മോൾഡിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ക്യൂബിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മോൾഡിൻ്റെ അകത്തുനിന്ന് ക്യൂബിനെ റിമൂവ് ചെയ്യും. ഈ റിമൂവ് ചെയ്ത ക്യൂബ്സിനെ നമ്മൾ ക്യൂർ ചെയ്യണം. അപ്പോൾ പല ടൈപ്സ് ഓഫ് ക്യൂറിങ് അവൈലബിൾ ആണ്. നമ്മൾ വളരെ കോമൺ ആയിട്ടും എക്കണോമിക്കലായിട്ടും നമ്മളിവിടെ ഇപ്പോൾ വാട്ടർ ക്യൂറിങ് ആണ് നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ ക്യൂബിനെ നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കും. സോ വെള്ളത്തിൽ ഒരു വാട്ടർ ടാങ്കിൽ നമ്മൾ ഈ ക്യൂബിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് അത് എത്ര ദിവസമാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ 28 days ആണ് വെക്കുന്നത്. കാരണം 28 daysലാണ് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ 28 days ഓഫ് ക്യൂറിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. 28 ദിവസം ഈ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കോൺക്രീറ്റ് ക്യൂബിനെ എടുത്തിട്ട് ഡ്രൈ ചെയ്ത് UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മോൾഡിലാണ് നമ്മൾ ഈ കോൺക്രീറ്റിന് ഇങ്ങനെ പല ലെയേഴ്സായിട്ട് ഫില്ല് ചെയ്യുന്നത്. സോ ഈ ഒരു ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ആണ്, അല്ലേ? അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കും ഒരു സർഫസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസ് അല്ലാത്ത മോൾഡിനോട് കോൺടാക്റ്റ് വരുന്ന സർഫസാണ് നമ്മൾ UTMൻ്റെ 2 പ്ലേറ്റിൻ്റെ ഇടയിലായിട്ട് വെക്കുന്നത്. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ ഇങ്ങനെ 2 സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ടാവും. ബോട്ടത്തിലും ടോപ്പിലും 2 സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവും. ഈ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കോൺക്രീറ്റ് ക്യൂബിനെ
പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെ കോൺക്രീറ്റ് ക്യൂബിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഗ്രാജുവലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏത് ലോഡ് എത്തുമ്പോഴാണോ ഈ കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിട്ടും ക്രാക്ക് ആവുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലോഡ് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് കംപ്രസീവ് സ്ട്രെങ്ത്, ഇപ്പം നമുക്ക് കിട്ടിയത് ലോഡ് ഇൻ കിലോ ന്യൂട്ടൺ ഓർ ന്യൂട്ടണിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതിന് കംപ്രസീവ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലോഡ് ബൈ ഏരിയ. നിങ്ങൾക്ക് കിട്ടുന്ന ലോഡിൻ്റെ വാല്യൂ പി അല്ലെങ്കിൽ ഫോഴ്സ് എഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോഡിനെ ഏരിയനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ സർഫസ് ഏരിയ ആണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പ് സർഫസുകളിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 15 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബാണ് കാസ്റ്റ് ചെയ്യുന്നത്. സോ 15 × 15 അല്ലെങ്കിൽ 150 × 150 mm അതാണ് ഏരിയ വരുന്നുണ്ടാവുക. സോ ലോഡ് ബൈ ഏരിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത്തിനെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.5 റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് എപ്പോഴും പറയുന്നുണ്ടാവുക. ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻ Nm², അല്ലെങ്കിൽ kN/m². നിങ്ങൾക്ക് ഏത് യൂണിറ്റിൽ വേണമെങ്കിലും പറയാം. ബട്ട് ഇറ്റ് ഷുഡ് ബി റൗണ്ട് ഓഫ് ടു 0.5 Nm². ഈ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കോൺക്രീറ്റ് മിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കോൺക്രീറ്റിന് ഇത്രയും കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, 20 Nm², ഉണ്ട്, അല്ലെങ്കിൽ 35 Nm² ഉണ്ട്, അല്ലെങ്കിൽ 22 Nm² ആണ് ഈ ഒരു കോൺക്രീറ്റ് മിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡൂയിങ് ദിസ് കംപ്രഷൻ ടെസ്റ്റ്. ഈ ഒരു കംപ്രഷൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് കിട്ടുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെ അൺസർട്ടൺ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇപ്പം ഒരേ പ്രപ്പോർഷനിൽ സിമെൻറ്റും സാൻഡും എഗ്രിഗേറ്റും എല്ലാം എടുത്തിട്ട് ഞാനും മിക്സ് ചെയ്തു, വേറൊരാളും മിക്സ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ സ്ട്രെങ്ത് കിട്ടണം എന്നില്ല. കാരണം മിക്സിങ്ങിലും നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ചെറിയ പ്രോപ്പർട്ടി വേരിയേഷനും അതേപോലെ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ടെമ്പറേച്ചർ, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെയും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായാൽ തന്നെ അത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പം ഒറ്റൊരു മിക്സിൽ തന്നെ ഒരു 4-5 ക്യൂബ് കാസ്റ്റ് ചെയ്താൽ 4 ക്യൂബിന് 4 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ചെറിയ വേരിയേഷൻസിൽ. സോ വളരെ അൺസർട്ടൺ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കോൺക്രീറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാണ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ IS 456-2000 റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു മിക്സ് പ്രപ്പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മിനിമം 3 ക്യൂബെങ്കിലും നമ്മൾ കാസ്റ്റ് ചെയ്യണം. 3 ക്യൂബ് എന്തായാലും കാസ്റ്റ് ചെയ്തിട്ടുണ്ടാണ്. 3 ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷൻ ഉണ്ടാക്കി ആ ഒരു മിക്സ് യൂസ് ചെയ്തിട്ട് 3 ക്യൂബുകൾ കാസ്റ്റ് ചെയ്തു. 3 ക്യൂബ് കാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നിൽ 20 കിട്ടി, ഒന്ന് 21 കിട്ടി, ഒന്ന് 20.5 കിട്ടി. സോ ഇതിൽ ഏതാണ് സ്ട്രെങ്ത്? സോ ആവറേജ് വാല്യൂ ആണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ ഇത്രയാണ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ടാണ്, ക്യൂബിൻ്റെ സൈസ് എത്രയാണ്, എങ്ങനെയാണ് ലോഡിന് നമ്മൾ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലോഡ് ബൈ ഏരിയ ചെയ്തിട്ടാണ് സ്ട്രെങ്ത് കിട്ടുന്നത്. സോ മിനിമം 3 ക്യൂബെങ്കിലും നമ്മൾ കാസ്റ്റ് ചെയ്യണം ടു ഫൈൻഡ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 28 ഡേയ്സ് ഓഫ് ക്യൂറിങ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. 3 ഡേയോ 7 ഡേയോ 14 ഡേയ്സോ ഒന്നുമല്ല. ദ ക്യൂറിങ് ഷുഡ് ബി പെർഫോംഡ് ഫോർ 28 ഡേയ്സ്. 28 ഡേയ്സ് ഓഫ് ക്യൂറിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ക്യൂബും അതേപോലെ തന്നെ സിലിണ്ടറും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും കാസ്റ്റ് ചെയ്യാം. നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ചെയ്യുന്നത് ക്യൂബാണെന്ന് പറഞ്ഞു. സോ ഈ ക്യൂബും സിലിണ്ടറിൻ്റെയും സ്ട്രെങ്ത്തുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്യൂബിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.25 ടൈംസ് സിലിണ്ടർ സ്ട്രെങ്ത് ആണ്. സോ ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് കാണുമ്പോൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും കിട്ടുക വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സിലിണ്ടർ. അപ്പം ആ ഒരു റിലേഷനാണ് കൊടുത്തിട്ടുള്ളത്. ക്യൂബിൻ്റെ സ്ട്രെങ്ത് 1.25 ടൈംസ് കൂടുതലാണ് സിലിണ്ടർ സ്ട്രെങ്ത്തിനേക്കാളും, അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.8 ടൈംസ് ഓഫ് ക്യൂബ് സ്ട്രെങ്തേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ റിലേഷൻ പറയാം. സോ ഇങ്ങനെ ക്യൂബിന് സ്ട്രെങ്ത് കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ലാറ്ററൽ റീസ്ട്രെയിൻമെൻറ്റ് കൂടുതലാണ് ക്യൂബിന് വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് സിലിണ്ടർ. കാരണം സിലിണ്ടറിൻ്റെ ഒരു ഹൈറ്റ് ടു സൈസ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. സിലിണ്ടർ എന്ന് പറയുമ്പം ചെറിയൊരു ഡയമീറ്ററും ലെങ്ത്ത് കൂടുതലുമാണ്. ക്യൂബ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഹൈറ്റ് ടു സൈസ് റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ക്യൂബിന് എന്തുണ്ടാവും? ലാറ്ററൽ റീസ്ട്രെയിൻമെൻറ്റ് കൂടുതലുണ്ടാവും. ലാറ്ററൽ റീസ്ട്രെയിൻമെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു മെഷീൻ, ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കംപ്രസീവ് ഫോഴ്സ് കൊടുത്തിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ 2 സൈഡിൽ നിന്നും കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ലാറ്ററലി, അതായത് 2 സൈഡിലേക്കും ബൾജ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും അല്ലേ. 2 സൈഡിലേക്ക്, ഒരു സൈഡിൽ കംപ്രസ് ചെയ്യുമ്പം അതിൻ്റെ
പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡിലേക്ക് ബൾജിങ് കാണിക്കാൻ അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെൻറ്റ് സ്ട്രെയിൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ലാറ്ററലി റീസ്ട്രെയിൻഡ് ആക്കി വെക്കണം. സോ ആ റീസ്ട്രെയിൻമെൻറ്റ് കൊടുക്കുന്നത് ഈ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റീൽ പ്ലേറ്റ് ആൻഡ് ദ കോൺക്രീറ്റ് ആണ്. സോ ഇവിടെ ഹൈറ്റ് ടു സൈസ് റേഷ്യോ കുറവായതുകൊണ്ട് തന്നെ ഈ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ലാറ്ററൽ റീസ്ട്രെയിൻമെൻറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ബൾജിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്ട്രെങ്ത് നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ സിലിണ്ടറിൻ്റെ കേസിൽ ലാറ്ററൽ റീസ്ട്രെയിൻമെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്ര ഒരു പോർഷനിലേ കിട്ടലുണ്ടാവുള്ളൂ. അതേപോലെ ഇവിടെയും ചെറിയൊരു പോർഷനിലേ കിട്ടലുണ്ടാവുള്ളൂ. ഈ ഒരു പോർഷനിലൊന്നും ലാറ്ററൽ റീസ്ട്രെയിൻമെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രാക്ക് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്ട്രെങ്ത് കുറവ് കാണിക്കുന്നത്. ഓക്കെ, അത് ഇതെല്ലാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതല്ല, ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള പെർട്ടിക്കുലർ കോഴ്സിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇവിടെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ മാത്രമാണ് ചെയ്യുന്നത്. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് വിത്ത് ഏജ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 3 ഡേയിൽ, 7 ഡേയ്സിൽ, 14 ഡേയ്സിൽ, 28 ഡേയ്സിലൊക്കെ എത്ര സ്ട്രെങ്ത് ആണ് എക്വയർ ചെയ്യുന്നത് കോൺക്രീറ്റ് എന്നുള്ളൊരു പെർസെൻറ്റേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം 28 ഡേയ്സിലാണ് 100% സ്ട്രെങ്ത് എക്വയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാലും സ്ട്രെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു മാക്സിമം സ്ട്രെങ്ത് ബൈ 28 ഡേയ്സ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് ക്യൂറിങ് ചെയ്തിട്ട് കംപ്രസർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് IS 456-2000 ഒരു ക്ലോസ് ആണ്. എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കണം, നമ്മൾ ഇത്ര മീറ്റർ ക്യൂബ് വർക്ക് ചെയ്യുമ്പം, കോൺക്രീറ്റ് ഇത്ര മീറ്റർ ക്യൂബിൻ്റെ വർക്ക് ചെയ്യുമ്പം എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കണം എന്നാണ്. ഓരോ സാമ്പിൾസിലും നമ്മൾ 3 സ്പെസിമെൻസ് എന്തായാലും കാസ്റ്റ് ചെയ്യണം. ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കംപ്രസർ സ്ട്രെങ്ത് കണ്ടുപിടിച്ച് ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് കംപ്രസർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ എത്ര സാമ്പിൾസ് എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, IS 456ൻ്റെ ആ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോൺക്രീറ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. അത് ലാസ്റ്റിൽ ജസ്റ്റ് ഒന്ന് IS 456 കോഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓരോ ക്ലോസും എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ PCCയും RCCയും ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പം അവിടെ യൂണിറ്റ് വെയിറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ല. സോ യൂണിറ്റ് വെയിറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. PCCയുടെ യൂണിറ്റ് വെയിറ്റ് 24 kN/m3, അതേപോലെ RCCൻ്റെത് 25 kN/m3 യൂണിറ്റ് വെയിറ്റ്. പിന്നെ സ്റ്റീലിൻ്റെ യൂണിറ്റ് വെയിറ്റും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിച്ച് 78.5 kN/m3 അല്ലെങ്കിൽ 7850 kg/m3. അപ്പം ഈ യൂണിറ്റ് വെയിറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും PCCൻ്റെയും RCCൻ്റെയൊക്കെ യൂണിറ്റ് വെയിറ്റ്, സ്റ്റീലിൻ്റെയൊക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൻ്റെ ഡെസിഗ്നേഷനാണ് നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സിമെൻറ്റും സാൻഡും കോസെഗ്രിഗേറ്റും വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് നമുക്ക് ഒരേ സ്ട്രെങ്ത്തിലല്ല കിട്ടുന്നത്, അല്ലേ? പല ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇതിൻ്റെ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് മാറുന്നതിനനുസരിച്ചിട്ട്, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, കോസെഗ്രിഗേറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രപ്പോർഷനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ബിഹേവിയറിനനുസരിച്ചിട്ട്. സോ നമ്മൾ ഓരോ കോൺക്രീറ്റിനെയും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് വെച്ചിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡെസിഗ്നേഷനെയാണ് നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. കോൺക്രീറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ M20, M30, M5, M10 അങ്ങനെയാണ് ഡെസിഗ്നേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം, ഇതിൽ M എന്ന് പറയുന്നത് M സ്റ്റാൻഡ്സ് ഫോർ മിക്സ് ആണ്. മിക്സ് 20, മിക്സ് 30, ആ ഒരു മിക്സ് ആണ് M എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്കറിയാലോ, 28 ഡേയ്സ് നമ്മൾ ക്യൂബ് കാസ്റ്റ് ചെയ്ത് 150 mm ക്യൂബ് കാസ്റ്റ് ചെയ്ത് അത് 28 ഡേയ്സ് ക്യൂറിങ് കഴിഞ്ഞ് കംപ്രഷൻ ടെസ്റ്റിങ് ചെയ്ത് കിട്ടുന്ന സ്ട്രെങ്ത്, ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. സോ എന്താണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം മനസ്സിലാക്കി വെക്കുക, കോൺക്രീറ്റിൻ്റെ ഡെസിഗ്നേഷനെയാണ് നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സോ കോൺക്രീറ്റിനെ നമ്മളിപ്പം ഒരു പേര് പറയുന്നത് പോലെ ഇത്ര പ്രപ്പോർഷൻ, ഇത്ര ക്വാണ്ടിറ്റി ഇത് മിക്സ് ചെയ്തു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പം ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പേരുകളുള്ളതുപോലെ കോൺക്രീറ്റിനെയും നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യണം. സോ കോൺക്രീറ്റിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാനാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിനെ നമ്മൾ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. M20, M30, M40, M45 അങ്ങനെ M5 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡെസിഗ്നേഷൻ. M5 ഉണ്ട്, M7.5 ഉണ്ട്, M10 ഉണ്ട്, M15, M20, M25, M30 അങ്ങനെ ഒരുപാട് M100 വരെ ഹൈ സ്ട്രെങ്ത് വരെ നമുക്ക് പോകുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FCK എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ FCK എന്ന് പറയുന്നത്
ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. F(CK) എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. സോ FCKൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു M സ്റ്റാൻഡ്സ് ഫോർ മിക്സ് ആണ്. ഈ കൂടെയുള്ള നമ്പർ എന്ന് പറയുന്നതാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഈ നമ്പറാണ് FCK എന്ന് പറയുന്നത്. FCK ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 20 Newton/mm². അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ M20 ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ FCKൻ്റെ വാല്യൂ എന്താണ്, 20 ആണ് അത് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് 20 Newton/mm² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCKയുടെ വാല്യൂ 20 Newton/mm² ആണ്. സോ അത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. കാരണം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് മാറിയിട്ട് എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ FCKയുടെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ അറിയണം. സോ അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കംപ്രസീവ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ആ ക്യൂബ് നമ്മൾ 28 days ഓഫ് ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണോ റിസൾട്ട്, എന്താണോ ആ ക്യൂബിൻ്റെ സ്ട്രെങ്ത് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെഫിനേഷൻ നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് ദ വാല്യൂ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. നമ്മൾ ഒരുപാട് ക്യൂബുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് മാത്രമേ ഈ വാല്യൂവിൻ്റെ താഴേക്ക് വരാൻ പാടുള്ളൂ. ആ ഒരു ബെഞ്ച് മാർക്ക് വാല്യൂവിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 100 സാമ്പിൾസ് എടുക്കുകയാണ്. 100 സാമ്പിൾസ് ഓഫ് ക്യൂബ് എടുത്തു. അതെല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പല വാല്യൂസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവുക. 20 കിട്ടുന്നുണ്ട്, 21 കിട്ടുന്നുണ്ട്, 22 കിട്ടുന്നുണ്ട്, 20.5 കിട്ടുന്നുണ്ട്, 20 കിട്ടുന്നുണ്ട്, വീണ്ടും 20 കിട്ടി. അങ്ങനെ 100 സാമ്പിൾസിനും പല വാല്യൂസ്, നമുക്ക് ഒരുപാട് റേഞ്ച് ഓഫ് വാല്യൂസ് കിട്ടും. 19 കിട്ടി, അതേപോലെ 18 കിട്ടി, 17 കിട്ടി, ഇങ്ങനെ കുറേ വാല്യൂസ് നമുക്ക് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക 100 സാമ്പിൾസിൽ. സോ ഈ 100ൻ്റെ 5% ഓഫ് ദ സാമ്പിൾസ് മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താഴെ വരാൻ പാടുള്ളൂ. സോ 100ൻ്റെ 5% എന്ന് പറയുമ്പോൾ 5 ക്യൂബ്സ് അല്ലേ, 5 ക്യൂബിൻ്റെ വാല്യൂ മാത്രമേ ഈ ഒരു വാല്യൂവിൻ്റെ താഴേക്ക് വരാൻ പാടുള്ളൂ. നിങ്ങൾ ഒരു 100 സാമ്പിൾസ് എടുക്കുക. നമ്മളിപ്പോൾ ഒരു 100 സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 100 സാമ്പിളിൻ്റെ 5% എന്ന് പറയുമ്പോൾ 5 സാമ്പിളാണ് വരിക. 5 സാമ്പിൾ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താഴെ നമുക്ക് വാല്യൂ വരാൻ പാടുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇതാണ് 100 റിസൾട്ട്സ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5 ക്യൂബ് 16 ആണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ. അത് കഴിഞ്ഞ് 17 ലോവസ്റ്റ് വാല്യൂ വന്നു, 18 ലോവസ്റ്റ് വാല്യൂ വന്നു, 19 ലോവസ്റ്റ് വാല്യൂ വന്നു, 1 2 3 4 4 ക്യൂബ് ലോവസ്റ്റ് വാല്യൂ വന്നു. അത് കഴിഞ്ഞിട്ട് 20 വന്നു അല്ലേ. പിന്നെ വരുന്നതാണ് 21 എന്ന് പറയുന്ന വാല്യൂ. സോ നമുക്കിവിടെ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 21 ആണ്. കാരണം 21 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും താഴെ എന്തേ വരുന്നുള്ളൂ, 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സേ ഫോളോ ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം ആ 21 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടാണ് വാല്യൂ വരുന്നത്. സോ നമ്മൾ പറയും ഈ ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 21 ആണ്. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 21 ആണ് എന്ന് പറഞ്ഞിട്ട് പറയും. സോ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് മാത്രം താഴേക്ക് വരുന്ന ആ ഒരു ബെഞ്ച് മാർക്ക് വാല്യൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ് റൂമിൽ കുറേ കുട്ടികളുണ്ട്. നമ്മളൊരു എക്സാം നടത്തി, 100 മാർക്കിന് ഒരു എക്സാം നടത്തി. അപ്പം 100 മാർക്കിൽ ഞാൻ പറയുകയാണ് ആ ക്ലാസ്സിൽ 5% ഓഫ് ദ സ്റ്റുഡൻസിന് മാത്രമേ 25ൽ കുറവ് മാർക്കുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. 25 മാർക്കിൽ കുറവ് വാല്യൂ വരുന്നത് ആകെ 5% ഓഫ് ദ സ്റ്റുഡൻസിനാണ്. സോ ആ ഒരു 25 എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക്, ആ ഒരു വാല്യൂ ഓൺലി 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് താഴേക്ക് വരുന്ന ആ ഒരു വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫിലും കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ക്യൂബുകളാണ്. നമ്മളെടുത്ത ക്യൂബിൻ്റെ ഇതാണ്, അതിൻ്റെ സ്ട്രെങ്ത് ആണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു പിങ്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈൻ എന്ന് പറയുന്നതാണ് ഈ 5%ലും കുറവ് വരുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇവിടെ ഇപ്പോൾ 25 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ 25 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനേക്കാളും കുറവ് 5% ടെസ്റ്റ് റിസൾട്ട്സ് മാത്രമാണ് വരുന്നത്. സോ ഈ 25 ആണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി ആ ക്ലാസ്സിൽ ഒരു മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിനും കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 60 ആണെന്ന് വിചാരിക്കും. ഔട്ട് ഓഫ് 100 60 ആണ്. അങ്ങനെ ഒരു മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിനും കിട്ടിയ മാർക്കിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, ഈ പീക്ക് വാല്യൂ നിങ്ങൾ കണ്ടില്ലേ, മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് മീൻ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്, അതായത് ഒരുപാട് ക്യൂബ്, ഒരു 100 സാമ്പിൾസ് എടുത്തതിൽ മെജോറിറ്റി ആയിട്ട് കിട്ടിയ സ്ട്രെങ്ത്തിനാണ് നമ്മൾ മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് മാത്രം ഫോളോ ആയിട്ട് വരുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് കംപ്രസീവ് സ്ട്രെങ്ത്, എന്താണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്, എന്താണ് മീൻ സ്ട്രെങ്ത് എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുമ്പം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്നത്. FCKയുടെ വാല്യൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൻ്റെ ബേസിസിൽ കോൺക്രീറ്റിനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ IS 456 2000 കാര്യം കേട്ടോ, ഞാൻ ജസ്റ്റ് ഈ ടേബിളിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ പഴയ IS കോഡിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് പുതിയ അമെൻമെൻറ്റ് വന്നിട്ട് അത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പുതിയ അമെൻമെൻറ്റിൽ ചേഞ്ചസ് ഉണ്ട്. ആ പുതിയ അമെൻമെൻറ്റ് വന്ന ഡാറ്റയാണ് ഇവിടെ ഞാൻ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 കോൺക്രീറ്റിൻ്റെ ഗ്രേഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. M10 മുതൽ M20 വരെ നമ്മൾ ഓർഡിനറി കോൺക്രീറ്റ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് M25 മുതൽ M60 വരെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് M65 തൊട്ട് M100 വരെയുള്ള ഗ്രേഡിനെ നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം M10, M15, M20, M25 ഒക്കെ ഞാൻ ഇവിടെ മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 1:3:6, അതേപോലെ 1:2:4, 1:1.5:3, 1:1:2. താഴെ ഒരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട് M5ഉം M7.5ഉം. പ്രപ്പോർഷൻ എന്ന് പറയുന്നത് സിമെൻറ്റ് ടു ഫൈൻ എഗ്രിഗേറ്റ് ടു കോസ് എഗ്രിഗേറ്റിൻ്റെ പ്രപ്പോർഷനാണ്. ഇത് കോഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രപ്പോർഷനാണ്. IS 456 നമുക്ക് ഓട്ടോമാറ്റിക്കലി തരുവാണ്. നിങ്ങൾക്ക് M20 എന്ന് പറയുമ്പോൾ എന്താണ്, 20 Nm/mm² കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഒരു കോൺക്രീറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മിക്സ് ചെയ്താൽ മതി, 1:2:4 ഒരു പ്രപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സ്ട്രെങ്ത് കിട്ടും, M20 സ്ട്രെങ്ത് ഉള്ള ഒരു കോൺക്രീറ്റ് കിട്ടും. അത് കഴിഞ്ഞ് M20 വരെയാണ് 1:1.5:3. M20ൻ്റെ മിക്സ് പ്രപ്പോർഷൻ കാണാം. M25ക്കും ഒരു പ്രപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ M25 മുതൽ നമ്മൾ അത് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിലേക്ക് മാറി. പിന്നെ നമ്മൾ ഡിസൈൻ മിക്സ് ആണ്. M25 തൊട്ടിട്ട് നിങ്ങൾക്ക് ഡിസൈൻ മിക്സ് ചെയ്യാം. ബാക്കി ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് പ്രപ്പോർഷനെ നമ്മൾ നോമിനൽ മിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ M10, M15, M20 ഒക്കെ കൊടുത്തിട്ടുള്ള ഈ 1:2 ഫിക്സഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അല്ലേ, അതിനെ നമ്മൾ നോമിനൽ മിക്സ് എന്നാണ് പറയുന്നത്. ബാക്കി M25ക്ക് ഉണ്ടെങ്കിലും M25 തൊട്ട് അങ്ങോട്ട് ഉള്ളതിനൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ പ്രപ്പോർഷൻ കണ്ടെത്തണം. അതിന് നമ്മൾ ഡിസൈൻ മിക്സ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് 2 ടൈപ്പ് ഓഫ് മിക്സുകൾ വരുന്നുണ്ട്, നോമിനൽ മിക്സും ഡിസൈൻ മിക്സും. സോ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിനെ ബേസ്ഡ് ഓൺ ദ ഗ്രേഡ് ക്ലാസിഫൈ ചെയ്തതാണ്. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് കുറവാണ്, 10 മുതൽ 20 വരെ സ്ട്രെങ്ത് ഉള്ളൂ. കുറച്ച് നോർമൽ വർക്കിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ടെൻഷനിങ്ങും അങ്ങനെ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടിയ വർക്കുകളിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ വീണ്ടും ഹൈ സ്ട്രെങ്ത് വേണ്ട വർക്ക്സിന് നമുക്ക് അതേപോലെ സ്ട്രെങ്ത് കൂടിയ കോൺക്രീറ്റുകൾ യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോമിനൽ മിക്സും ഡിസൈൻ മിക്സും എന്താണെന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് സിമെൻറ്റ്, ഫൈൻ എഗ്രിഗേറ്റ്, കോസ് എഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ ആണ്. ഇതിൽ സിമെൻറ്റ് പല സ്ട്രെങ്ത് ഉള്ള സിമെൻറ്റ് ഉണ്ട്, പല ടൈപ്പ് സിമെൻറ്റ് ഉണ്ട്. ഓരോ സ്ട്രെങ്ത് ഉള്ള സിമെൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ശരിക്കും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റലിൻ്റെ സൈസ്, മെറ്റലിൻ്റെ ഷേപ്പ്, ഇതിനനുസരിച്ചിട്ടൊക്കെ വേരി ചെയ്യും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്. അതേപോലെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അത് സ്ട്രെങ്ത് വളരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്നും നോക്കാതെ, അതായത് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തോ, നിങ്ങൾ ഏത് സിമെൻറ്റ് എടുത്തോ, ഏത് എഗ്രിഗേറ്റ് എടുത്തോ, എങ്ങനെ മിക്സ് ചെയ്തോ, ഈ ഒരു പെർട്ടിക്കുലർ 1:2:4 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ M15 കിട്ടും സ്ട്രെങ്ത് എന്ന് IS 456 നമുക്ക് ഫിക്സഡ് ആക്കി പറഞ്ഞു തരുവാണ്. നിങ്ങൾ ഈ പ്രൊപ്പോർഷനിൽ നിങ്ങൾ എല്ലാ മെറ്റീരിയൽസ് എടുത്ത് മിക്സ് ചെയ്തോ, നിങ്ങൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഒന്നും നോക്കണ്ട, ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ മെറ്റീരിയൽ എടുത്ത് ഈ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സ്ട്രെങ്ത് ഉള്ള ഒരു കോൺക്രീറ്റ് കിട്ടും എന്ന് പറയുന്ന അങ്ങനത്തെ മിക്സ്, അങ്ങനെ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് IS കോഡ് പ്രപ്പോർഷൻ തരുന്ന മിക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമിനൽ മിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോമിനൽ മിക്സ് വരുന്നതും ഇവിടെ M5ക്ക് നോമിനൽ മിക്സ് ഉണ്ട്, M7.5 ഉണ്ട്, M10 ഉണ്ട്, M15 ഉണ്ട്, M20 ഉണ്ട്. M25നും പറയുന്നുണ്ടെങ്കിലും M25 ഓൺവേർഡ്സ് നമ്മൾ അങ്ങനെ നോമിനൽ മിക്സ് ആയിട്ട് എടുക്കാറില്ല, ഡിസൈൻ മിക്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഞാൻ പറഞ്ഞു, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഏത് മെറ്റീരിയൽ എടുത്താലും എങ്ങനെ എടുത്താലും നിങ്ങൾ മിക്സ് ചെയ്തോ ഇന്ന പ്രപ്പോർഷനിൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അപ്രോക്സിമേഷൻസ് ഉണ്ട് അല്ലേ. അതൊരു റഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. IS 456 അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു റഫാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കുറഞ്ഞ വർക്ക് അല്ലേ, നമുക്ക് കുറവ് സ്ട്രെങ്ത്തിനാണ് നമുക്ക് അങ്ങനെ ഒരു പ്രപ്പോർഷൻ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റുകൾ നമ്മൾ ഇൻഫീരിയർ വർക്ക്സിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ വർക്ക്സിന് നമുക്ക് നോമിനൽ മിക്സ് യൂസ് ചെയ്യാം. കാരണം അത്ര സ്ട്രെങ്ത് ഉള്ള വർക്കുകളായിരിക്കും, ഹൈ സ്ട്രെങ്ത് ഉള്ള വലിയ സ്ട്രക്ചേഴ്സിനൊന്നും ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ വലിയ സ്ട്രക്ചറൽ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പം ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നോമിനൽ മിക്സ് അല്ല, അവിടെ ഫിക്സ്ഡ് പ്രപ്പോർഷൻ കോഡ് പറയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ മിക്സ് ചെയ്യണം. അപ്പോൾ ഡിസൈൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള കോഴ്സിൽ നിങ്ങൾ പഠിക്കും ഡിസൈൻ മിക്സ്, IS
IS കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നൊന്നും പറയുന്നില്ല. ഡിസൈൻ മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൺസിഡർ ചെയ്യും. ഈ കോൺക്രീറ്റിൽ വരുന്ന ഓരോ മെറ്റീരിയലും നിങ്ങളത് കോൺക്രീറ്റ് ടെക്നോളജീൻ്റെ ലാബിലും ചെയ്യുന്നുണ്ടാവും. ഓരോ മെറ്റീരിയലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനലി കോൺക്രീറ്റ് ഒരു മിക്സ് പ്രപ്പോർഷൻ എടുത്തിട്ട് നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ടെസ്റ്റ് ചെയ്യും. അതും ഒരു ടെസ്റ്റ് ഒന്നുമല്ല, പല സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യും, സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എഗ്രിഗേറ്റർ, അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യും. ഇങ്ങനെ എല്ലാ മെറ്റീരിയലും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എടുത്ത് വളരെ കൃത്യമായിട്ട് ഇനി അതെന്ത് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് എത്ര വെള്ളമൊക്കെ എടുത്ത് മിക്സ് ചെയ്താലാണ് നമുക്ക് ഇത്ര സ്ട്രെങ്ത് കിട്ടുകയെന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് വെറുതെ ഒരു പ്രൊപ്പോർഷൻ വെച്ച് ചെയ്യല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണോ. കാരണം സിമെൻറ്റ് തന്നെ പല സിമെൻറ്റും പല പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റലുകൾ പല മെറ്റൽസും പല പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യം കണ്ടുപിടിച്ച് അതിൻ്റെ ബേസിസിൽ ഒരു പ്രപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നോമിനൽ മിക്സിൻ്റെയും ഡിസൈൻ മിക്സിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള കോൺക്രീറ്റ് വരുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ഡിസൈൻ മിക്സ് തന്നെ ചെയ്യണം, കാരണം അതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. സോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബീം, കോളം, അങ്ങനത്തെ ഫൂട്ടിങ്, അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ, വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ഹൈ സ്ട്രെങ്ത് വേണ്ട സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡിസൈൻ മിക്സ് തന്നെ ചെയ്തിട്ട് പ്രപ്പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇത്ര സ്ട്രെങ്ത് കിട്ടും എന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഇതാണ് നോമിനൽ മിക്സും ഡിസൈൻ മിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ടേബിളൊക്കെ IS 456-2000 വരുന്ന ടേബിളാണ്. ഇത് മിക്സ് പ്രപ്പോർഷൻ്റെ ടേബിളാണ്. അതായത് IS 456 നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ M5 തൊട്ടിട്ട് M20 വരെയുള്ള കോൺക്രീറ്റുകൾക്ക് ഇങ്ങനെ മിക്സ് പ്രപ്പോർഷൻ എടുത്തോളൂ എന്ന് കോഡ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മിക്സ് പ്രപ്പോർഷൻ എടുക്കുന്നത്. 1:2:4 1:3:6 ഒക്കെ ചുമ്മാ എടുക്കുമല്ലോ, 1:4:8 ഒക്കെ. അപ്പോൾ അത് കാണിക്കുന്ന കോഡിലെ ടേബിളാണിത്. അപ്പോൾ എന്തുകൊണ്ട് നോമിനൽ മിക്സ്, എന്തുകൊണ്ട് ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞാൽ, ഇൻഫീരിയർ ചെറിയ സ്ട്രെങ്ത് വരുന്ന കോൺക്രീറ്റുകൾക്ക് ഒബ്വിയസ്ലി ചെറിയ സ്ട്രെങ്ത് വരുന്ന കോൺക്രീറ്റ് നമ്മൾ അങ്ങനത്തെ ഇൻഫീരിയർ വർക്ക്സിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അവിടെ നമുക്ക് വെറുതെ എല്ലാ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒരു ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഇത്രയും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിച്ച് ഒരു ഡിസൈൻ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രപ്പോർഷനിൽ പ്രോപ്പർട്ടീസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ചെയ്യാൻ വേണ്ടി പറ്റും നോമിനൽ മിക്സ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഡിസൈൻ മിക്സ്, പക്ഷേ ഹൈ സ്ട്രെങ്ത് വർക്ക് വരുമ്പോൾ നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്രോക്സിമേഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച് ആസ് പെർ കോഡ് 10262 ആണ് കോഡ് പ്രകാരം നമ്മൾ ഡിസൈൻ മിക്സ് വളരെ കൃത്യമായിട്ട് ചെയ്ത് തന്നെ എടുക്കണം. ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് എക്സ്പോഷ്യർ കണ്ടീഷൻസ് ആണ്. കോഡ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതായത് IS 456-2000 പറയുന്നുണ്ട്, ഒരു RCC വർക്ക്, PCC അല്ല, ഒരു RCC റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഏതൊരു വർക്ക് നിങ്ങൾ ചെയ്യുമ്പോഴും മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ആയിരിക്കണം. M20യിൽ കുറഞ്ഞ ഒരു ഗ്രേഡും RCC വർക്കുകൾക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത് എന്ന് കോഡ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ RCCയുടെ ഏത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലും മിനിമം എത്ര സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവണം? 20 Nm/mm² സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ്, അല്ലെങ്കിൽ M20 ഗ്രേഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി PCC വർക്കാണ്, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വർക്കാണെങ്കിൽ കോഡ് പറയുന്നത് മിനിമം എത്രയാണ്? M15 ആണ്. 15 Nm/mm² സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് നിങ്ങൾ, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് നിങ്ങൾ മിനിമം യൂസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് കോഡ് പറയുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ മിനിമം ഇത്രയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവണം എന്ന് കോഡ് പറയുന്നുണ്ട് ഫോർ RCC ആൻഡ് PCC വർക്ക്. അതേപോലെ തന്നെ കോഡ് ഈ ഒരു 5 എക്സ്പോഷർ കണ്ടീഷൻ്റെ ബേസിസിലും പറയുന്നുണ്ട്. 5 എക്സ്പോഷർ കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. ഇത് നിങ്ങൾ കോഡ് വായിച്ച് നോക്കിക്കോളാം, ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. എന്താ കോസ്റ്റൽ ഏരിയാസിന് എക്സ്പോസ്ഡ് ആയിട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ ഹെവി റെയിൻ ആണോ, കെമിക്കലുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ടോ, സീ വാട്ടറുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു ഇതിൻ്റെ എക്സ്പോഷറിൻ്റെ ബേസിസിലാണ് ഈ ഒരു മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പം മൈൽഡ് എക്സ്പോഷർ കണ്ടീഷനുള്ള സ്ഥലത്ത് എത്ര ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മീഡിയം എക്സ്പോഷർ കണ്ടീഷൻ വരുന്ന സ്ഥലത്ത് എത്ര ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ കോഡ് തന്നെ വളരെ കൃത്യമായിട്ട് ഇതവിടെ എഴുതിയിട്ടുണ്ട്. മൈൽഡ് ആണെങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിലും പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിലും എത്രയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ മൈൽഡ് കണ്ടീഷൻ വരുമ്പം കോഡ് ഒന്നും പറയുന്നില്ല, ഗ്രേഡ് ഒന്നും പറയുന്നില്ല. മോഡറേറ്റ് ആണെങ്കിൽ M15 ആണ്, സിവിയർ M20 ആണ്, വെരി സിവിയറിലും M20 ആണ്, എക്സ്ട്രീമിൽ M25 ആണ്. ഇനി റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ
മൈൽഡ് എക്സ്പോഷർ കണ്ടീഷനിൽ M20. കണ്ടില്ലേ, സ്റ്റാർട്ടിങ് തന്നെ M20 ആണ്. അതുകൊണ്ടാണ് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും മിനിമം ഗ്രേഡ് എത്രയാണ്, M20 നിങ്ങൾ കൊടുക്കണം. അതേപോലെ PCCയിൽ M15 ആണ് മിനിമം നിങ്ങളത് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ RCCക്ക് M20 കൊടുക്കണം. പക്ഷേ ഇപ്പം ആ ഒരു സ്ട്രക്ചർ വെരി സിവിയർ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ കോഡ് പറയുന്നുണ്ട് എന്താ, വെരി സിവിയർ ആണെങ്കിൽ M35 എങ്കിലും ഗ്രേഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, M20 മിനിമം ആണെങ്കിൽ കൂടെയും സിവിയർ എക്സ്പോഷർ കണ്ടീഷൻ ആയതുകൊണ്ട് M35 വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പം ഈ എക്സ്പോഷർ കണ്ടീഷനും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇനി എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അതാണ് ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ IS 13920 എന്ന് പറയുന്നത് എർത്ത് റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനത്തെ ബിൽഡിങ്സ് ആണെങ്കിൽ M20 പോരാ, M25 എന്ത് കൊടുക്കണം, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആയിട്ട് കൊടുക്കണം എന്ന് കോഡ് പറയുന്നുണ്ട്. നിങ്ങൾ ബിൽഡിംഗ് എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ M25 കൊടുക്കേണ്ട കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇഫ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് മോർ ദാൻ 15 meter ഇൻ സീസ്മിക് സോൺ 3, 4, 5 but not less than required by IS 456 based on exposure കണ്ടീഷൻ. ഓക്കെ, ഇപ്പം എക്സ്പോഷർ കണ്ടീഷൻ വെച്ചിട്ട് 20 മതി. പക്ഷേ എർത്ത് റെസിസ്റ്റൻറ്റിൽ 15 മീറ്ററിൽ കൂടിയ ബിൽഡിംഗ് ആണ്, എർത്ത് സോൺ 3, 4, 5 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, M25 കൊടുക്കണം. അങ്ങനെ കോഡ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എർത്ത് റെസിസ്റ്റൻറ്റിൻ്റെ ഡിസൈനിലൊക്കെ വരുമ്പം അങ്ങനെ പറഞ്ഞു പോവും. എന്നാലും ഇവിടെ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രീ ടെൻഷൻഡ് കോൺക്രീറ്റിൻ്റെ മിനിമം ഗ്രേഡ് M40 ആണ്. പോസ്റ്റ് ടെൻഷൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ മിനിമം ഗ്രേഡ് M30 ആണ്. ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ. ഇത് കോൺക്രീറ്റിനെ പറ്റിയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അതിനാണ് നിങ്ങൾക്കൊരു സെപ്പറേറ്റ് കോഴ്സ് തന്നെ കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നത്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഉണ്ട്. ഒരുപാട് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴും IS 456 2000 ഈ കോൺക്രീറ്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ കോഡിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതൊക്കെ കോഡിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. സോ ഇത്രയാണ് കോൺക്രീറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ് കംപ്രസർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിൽ തന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസർ സ്ട്രെങ്ത്, അതാണ് FCK എന്ന് പറയുന്നത്. സോ FCKൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 എന്ന് പറഞ്ഞാൽ അതിൽ M എന്താണ്, 20 എന്താണ്. 20 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസർ സ്ട്രെങ്ത് ആണ്, അതിനാണ് നമ്മൾ FCK എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് കംപ്രസർ സ്ട്രെങ്ത് എന്താണ്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിസൈനിലോട്ട് ആവശ്യമായിട്ടുള്ളത്. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് IS 456 2000 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കോഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കോഡുമായിട്ടൊരു ഫെമിലിയാരിറ്റി വരും. IS 456 2000 കോഡ് വരുന്നത്, ഈ ഒരു കോഡിൽ കണ്ടന്റ് പേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സെക്ഷൻ 1 ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ സെക്ഷൻ 2 വരുന്നത് കംപ്ലീറ്റ് മെറ്റീരിയൽസും അതേപോലെ ടെസ്റ്റിങ്ങും അതിൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നുണ്ടാവുക. മെറ്റീരിയൽ ആദ്യം കോൺക്രീറ്റിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെറ്റീരിയൽ, സിമെൻറ്റ്, അഗ്രിഗേറ്റ്, വാട്ടർ, അഡ്മിക്സ്ചർ, റീഇൻഫോഴ്സ്മെൻറ്റ്, അങ്ങനത്തെ മെറ്റീരിയൽസിനെ കുറിച്ച് കംപ്ലീറ്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്, പ്രോപ്പർട്ടീസ്, കാര്യങ്ങൾ, വർക്കബിലിറ്റി, ഡ്യൂറബിലിറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മിക്സ് പ്രപ്പോർഷനിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഡിസൈൻ മിക്സ്, നോമിനൽ മിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷനിങ്ങിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോൺക്രീറ്റിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഫോം വർക്ക്, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അസംബ്ലി, കോൺക്രീറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പ്ലേസിങ്, കോമ്പാക്ഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ കോൺക്രീറ്റിൻ്റെ സാമ്പിളിങ്, ഡിസൈൻ കോൺക്രീറ്റ് മിക്സ്, അതിൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, അങ്ങനെ ആ ഒരു സെക്ഷൻ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് മെറ്റീരിയൽസും കോൺക്രീറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്മളൊരു കോൺക്രീറ്റ് ടെക്നോളജി ഒരു കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ലോഡിലേക്കും അതേപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിലേക്കും സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസ്, പിന്നെ ഓരോ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ലൈക്ക് ബീം, സ്ലാബ്, അങ്ങനെ കോളം, അതിലേക്കൊക്കെ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഇന്ന് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതും ആ ഒരു സെക്ഷൻ 2 വരുന്ന കുറച്ച് കാര്യങ്ങൾ, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം എല്ലാം ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പം ഭയങ്കര ലെങ്തി ആവും വീഡിയോ. സോ ഇപ്പം തൽക്കാലം ഡിസൈനിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊരു PSCയോ ഒരു സ്റ്റേറ്റ് PSC എക്സാമോ അല്ലെങ്കിൽ ഈവൻ ഗേറ്റിലൊക്കെ കുറേം കൂടെ ഒരു ന്യൂമറിക്കൽ ടൈപ്പാണ്, ബട്ട് സ്റ്റിൽ ESC അല്ലെങ്കിൽ വേറെ SSC, RRB, അങ്ങനത്തെ എല്ലാ എക്സാംസും നിങ്ങൾ എടുക്കുമ്പം ഒത്തിരി IS 456 2000 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഈ എല്ലാ പോയിന്റ്സിൽ നിന്നും വരും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കോഡ് നന്നായിട്ട് വായിച്ച് കൊടുത്ത കംപ്ലീറ്റ് പോയിന്റ്സ് നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പം ശരിക്കും എല്ലാ പോയിന്റ്സും നമ്മൾ ബൈ ഹാർട്ട്, അതായത് കാണാതെ തന്നെ ഇപ്പം നമുക്ക് കോഡ് നോക്കി ചെയ്താൽ മതി. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് തന്നെ വെക്കണം. സോ ഇവിടെ ഫസ്റ്റ് മെറ്റീരിയൽ സിമെൻറ്റ് പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ മിനറൽ അഡ്മിക്സ്ചേഴ്സ്, അതേപോലെ തന്നെ അഗ്രിഗേറ്റ്,
എഗ്രിഗേറ്റ് എത്ര സൈസ് എഗ്രിഗേറ്റ് നമ്മൾ RCCയിൽ ഉപയോഗിക്കണം, ഓരോ വർക്കിൽ എങ്ങനെയാണ്, മാക്സിമം സൈസ് എത്രയാണ്, മിനിമം സൈസ് എത്രയാണ്, അങ്ങനത്തെ എഗ്രിഗേറ്റിൻ്റെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും, അതേപോലെ നമ്മൾ വെള്ളം കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ pH എത്ര വേണം, ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6. ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കോഡ് ശരിക്കും നിങ്ങൾ ഇരുന്ന് വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുന്ന വേണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേബിൾ 1 ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓർഗാനിക് കണ്ടന്റ് എത്രയാണ്, ഇൻഓർഗാനിക്, അതായത് വെള്ളത്തിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാട്ടറിൽ പെർമിസിബിൾ ആയിട്ടുള്ള സോളിഡിൻ്റെ ലിമിറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, പിന്നീട് കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്, മിനിമം ഗ്രേഡ് എത്രയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്, നമ്മളിപ്പം പറഞ്ഞത് കംപ്രസീവ് സ്ട്രെങ്ത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്തോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് 0.7 FCK √FCK എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 5000 √FCK. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈക്വേഷൻസ് ഒക്കെ. അതേപോലെ എത്രയാണ് ക്രീപ്പ് കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ, ക്രീപ്പൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ആക്ച്വലി, ക്രീപ്പും ഷ്രിങ്കേജും ഒന്നും. അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ നിങ്ങൾക്ക് സർവീസബിലിറ്റി ഒക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടെ പറയുമ്പം ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നെ വളരെ ലെങ്തി ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വർക്കബിലിറ്റി, ഓരോ വർക്കബിലിറ്റിക്കും എത്രയാണ് സ്ലംബ് വരുന്നത്, സ്ലംബിൻ്റെ വാല്യൂസ്, ഇതെല്ലാം വാല്യൂസൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. എക്സ്പോഷ്യർ കണ്ടീഷൻസ്, നമ്മൾ പറഞ്ഞ 5 എക്സ്പോഷ്യർ കണ്ടീഷൻസ് കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റിക്വയർമെൻറ്റ് ഓഫ് ദ കോൺക്രീറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. അത് ക്ലോറൈഡ് കണ്ടൻറ്റ് പറയുന്നുണ്ട്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, ഓരോ എക്സ്പോഷ്യർ കണ്ടീഷനും എത്ര ഗ്രേഡ് ഓഫ് സിമെൻറ്റ് യൂസ് ചെയ്യണം, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്ര വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആണ് ആ ഒരു സെക്ഷൻ 2. ഇതൊക്കെ ഇരുന്ന് വായിക്കണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിക്കും IS 456-2000 കോഡായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആക്ച്വലി. അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഈ ഒരു സെക്ഷൻ 2ലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങളും വരുന്നത്. സാമ്പിളിങ്, എത്ര സാമ്പിൾസ് നമ്മൾ എടുക്കണം, ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഒക്കെ പറയാനുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് 3 ക്യൂബ് കാസ്റ്റ് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്താണ്, അത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എങ്ങനെയാണ് ടെസ്റ്റിങ് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ വരുന്നതെന്നൊക്കെയുള്ള വളരെ കുറേ പോയിന്റ്സ് ഇനിയും പറയാനുണ്ട് അതിൽ. അതായത് ഒക്കെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ അകത്ത് വരുന്നതാണത്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, അങ്ങനെ കോൺക്രീറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് സെക്ഷൻ 2 വരുന്നത്. അതിൻ്റെ വളരെ ചുരുങ്ങിയ കുറച്ച് 4-5 പോയിന്റ്സ് മാത്രമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. കാരണം നമുക്ക് FCK, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്, ഇതൊക്കെയാണ് നമുക്കൊരു ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൾ അബൌട്ട് ടുഡേയ്സ് ലെക്ചർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. കാരണം നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ അത്രയും വാസ്റ്റ് ആയിട്ടല്ല ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു 1% ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.